ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പടം മിസ് വിടാമുയർച്ചി, സ്റ്റാറിംഗ് അജിത് ആൻഡ് തൃഷ. ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് മകേഷ് തിരുമേനിയാണ്. 1997 ഹോളിവുഡിൽ ഇറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന പടത്തിന്റെ ഇന്ത്യൻ അഡാപ്റ്റേഷൻ ആണ് വിടാമുയർച്ചി. ബ്രേക്ക് ഡൗൺ ആ കാലത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കൾട്ട് ഫോളോയിങ് സ്റ്റാറ്റസ് നേടിയൊരു പടമാണ് ഹോളിവുഡിൽ. വിടാമുയർച്ചിയുടെ പ്ലോട്ട് ഒരു സിമ്പിൾ പ്ലോട്ടാണ്. ഒരു കിഡ്നാപ്പിംഗ്, ആ കിഡ്നാപ്പായി പോയ ആളെ റെസ്ക്യൂ ചെയ്യാൻ ഇറങ്ങുന്ന അജിത്തിന്റെ ക്യാരക്ടർ. ഈ ഫിലിമിന്റെ ഒരു പോസിറ്റീവ്സ് എന്ന് പറയാനായിട്ട്, ഇതിൻ്റെ അകത്ത് അജിത്തിന് വലിയ കാര്യമായിട്ടുള്ള ഒരു മാസ് അവതാർ ഒന്നുമില്ല. അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടാണ് അവരത് കീപ്പ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഇൻട്രോ, ഇതിന്റെ ഒരു സിനിമാറ്റോഗ്രഫി, അതായത് ഈ ഫിലിം നടക്കുന്ന മൊത്തം അസർബൈജാൻ, തായ്ലാന്റ് ആ ഏരിയയിലാണ്. ഈ അസർബൈജാന്റെ ഒരു ലാൻഡ്സ്കേപ്പ് നല്ല രീതിയിൽ ഓം പ്രകാശിന്റെ സിനിമാറ്റോഗ്രഫി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല നല്ല രസമായിട്ട് തന്നെയാണ് ഇവര് അസർബൈജാനും ആ ഒരു റോഡ് ട്രിപ്പ് അവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടോപ്പ് നോച്ച് തന്നെയായിട്ടാണ് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പോകുന്നത്. അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഭയങ്കര ഒരു അപ്രിസിയേഷൻ വേണ്ട ഒരു സാധനമാണ്. കാരണം അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് നല്ല രീതിയിലുള്ള ഒരു ബാക്ക് ബോൺ ആയിട്ട് തന്നെയാണ് ഈ പടത്തിൽ വർക്ക് ചെയ്യുന്നത്. പടത്തിൽ എനിക്ക് വളരെ നെഗറ്റീവായിട്ട് തോന്നിയത്, ഇത് മെയിൻ സ്റ്റോറിയിലോട്ട് കടക്കാനെടുത്തൊരു ഭയങ്കര സ്ലോ ആയിട്ടാണ് മെയിൻ സ്റ്റോറിയിലോട്ട് കടന്നത്. ആ ഒരു കടക്കാനെടുത്ത ടൈം തന്നെയാണ് ഇതിന്റെ അകത്തൊരു മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും എന്റെ കൂടെ വന്ന ആൾ കിടന്നുറങ്ങി. കാരണം അത്രയും സ്ലോ ആയിട്ടാണ് അവർ മെയിൻ സ്റ്റോറിയിലോട്ട് കടക്കുന്നത്. ഫ്ലാഷ് ബാക്കിന്റെ ഉള്ളിലൊരു ഫ്ലാഷ് ബാക്ക്, ആ ഫ്ലാഷ് ബാക്കിന്റെ ഉള്ളിൽ വേറൊരു ഫ്ലാഷ് ബാക്ക്, അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിന്റെ ഒരു ഇൻസെപ്ഷൻ തന്നെയായിരുന്നു ഫസ്റ്റ് 40 മിനിറ്റ്സ്. അതുകൂടാണ്ട് വില്ലനും ഒരു ഫ്ലാഷ് ബാക്ക്. ഐ മീൻ, ഇതൊരു ത്രില്ലർ പടമാണ്. ഇതിന് ഇത്രയും ഫ്ലാഷ് ബാക്കിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. ആക്ഷൻ സീക്വൻസസ് ഒക്കെ അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് കീപ്പ് ചെയ്തേക്കുന്നത്. പക്ഷെ ആ ഒരു റിയലിസം കീപ്പ് ചെയ്യുന്ന സമയത്ത് ചില സീനുകളിൽ നമുക്ക് അതിന്റെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് പിന്നെ ഒരു കാറിന്റെ അകത്തൊരു ഫൈറ്റ് സീൻ ഉണ്ട്. ആ ഒരു ഫൈറ്റ് സീൻ അത്യാവശ്യം നല്ലൊരു എൻഗേജിങ് ഫൈറ്റ് സീൻ ആയിരുന്നു. എനിക്ക് ഈ ഫിലിമിന്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് സീൻ ആ കാറിന്റെ അകത്ത് നടക്കുന്ന ഒരു ഫൈറ്റ് സീൻ ആയിരുന്നു. സോ ടു എൻഡ്, വിടാമുയർച്ചി എനിക്കൊരു ആവറേജ് എന്റർടൈനർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര റൂംസ് ഫോർ ഇമ്പ്രൂവ്മെന്റ് കുറെ ഉണ്ടായിരുന്നു. കാരണം ഒരു ഷോർട്ട് ആൻഡ് ക്രിസ്പ് ത്രില്ലർ ആക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്റർടൈനർ ആയി മാറിയേനെ വിടാമുയർച്ചി. വിടാമുയർച്ചി കണ്ടതിന് ശേഷം ഞാൻ ഇതിന്റെ ഹോളിവുഡ് അഡാപ്റ്റേഷൻ ബ്രേക്ക് ഡൗൺ കണ്ടായിരുന്നു. ബ്രേക്ക് ഡൗൺ ആകെ 1.5 മണിക്കൂറുള്ളൂ. ആ ഒരു 1.5 മണിക്കൂർ അവർ ആ ഒരു സോഴ്സ് പ്ലോട്ടിനെ തന്നെ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ ത്രില്ല് ചെയ്തൊരു മൂവി ആക്കിയിട്ടാണ് അവർ ഇതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ കൊണ്ടുപോയിരിക്കുന്നത്. ബ്രേക്ക് ഡൗൺ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. വിടാമുയർച്ചി ചില സീനുകൾ എൻജോയ് ചെയ്തു. പക്ഷെ ആ ഒരു ഫിലിമിന്റെ സോഴ്സിലോട്ട് കിടക്കാനത്തെ ടൈമും കാര്യങ്ങളൊക്കെ അതിന്റെ ആ ഒരു ത്രില്ലിനെ ത്രില്ലിനെ കില്ല് ചെയ്യുകയായിരുന്നു. സോ ദാറ്റ് ഇസ് വിടാമുർച്ചി ഫോർ യു, ആൻഡ് ടേക്ക് കെയർ.